ഇന്നൊരു സ്പെഷ്യൽ ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ ചൂടിനും അതുപോലെ തന്നെ നമ്മുടെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഹെൽത്തിയും റിഫ്രഷിങ്ങും ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് ഇത്. വളരെ നല്ലൊരു ഹെൽത്തി കോമ്പിനേഷൻ ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കുന്ന ഈ ഒരു ഡ്രിങ്ക് ശരീരത്തിനൊരു കൂളിംഗ് എഫക്റ്റ് തരാൻ വളരെ നല്ലതാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഹെൽത്തി റെസിപ്പീസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. അപ്പോൾ ഇനി സമയം കളയാനില്ല, നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് കുറച്ച് സബ്ജ സീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു 2 ടേബിൾ സ്പൂണോളം സബ്ജ സീഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം എടുക്കാവുന്നതാണ് കേട്ടോ. ഇതൊന്ന് കുതിർത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ജെല്ലി പോലെ ആയി വരണം. ഏകദേശം ഒരു 10-15 മിനിറ്റ് ഒന്ന് കുതിർത്ത് മാറ്റി വെച്ചാൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുതിർത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ജെല്ലി പോലെ ആയി കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് ജ്യൂസിനുള്ള മറ്റുള്ള പ്രിപ്പറേഷൻസ് കൂടെ ചെയ്ത് വെക്കാം. ഇതിലേക്ക് നമുക്ക് സബ്ജ സീഡ്സ് തന്നെ ചേർക്കണമെന്നില്ല, ചിയാ സീഡ് ആയാലും നല്ലതാണ്. ഞാനിവിടെ മറ്റൊരു ബൗളിൽ ഒരു ആപ്പിൾ തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാലാണ് വേണ്ടുള്ളത്. ഞാനിവിടെ ഒരു 500 ml പാലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുത്തിട്ടുള്ള അളവ് പാലിന് ജ്യൂസ് തയ്യാറാക്കി വന്നപ്പോഴേക്കും ഒരു 6 വലിയ ഗ്ലാസ്സിന് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ പാലെടുക്കുമ്പോൾ അതനുസരിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിലാണോ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് പാലും ബാക്കിയുള്ള ചേരുവകളും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഞാൻ ഈ ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു ആപ്പിളിലേക്ക് 2 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അല്പനേരം കഴിയുമ്പോഴേക്കും ഈ ഒരു ആപ്പിളിൽ നിന്ന് ഒരല്പം ജ്യൂസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്ക് നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പാലിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയോ കണ്ടൻസ് മിൽക്കോ അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടൻസ് മിൽക്ക് ആയാലും മതി. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ആപ്പിൾ ഉണ്ടല്ലോ, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആപ്പിളിൽ നിന്ന് അല്പം ജ്യൂസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. കുറച്ച് സമയം അങ്ങനെ തന്നെ മാറ്റി വെച്ചിരുന്നത് കൊണ്ട് ആപ്പിളിൻ്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സബ്ജ സീഡ്സ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊരു കൂളിംഗ് എഫക്റ്റ് തരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബോഡിക്ക് ഡീഹൈഡ്രേഷൻ ഒഴിവാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ചൂട് സമയത്തൊക്കെ ഇങ്ങനെ ഒരു ജ്യൂസ് കുടിക്കുന്നത് നമ്മുടെ ബോഡിക്ക് നല്ലൊരു റിഫ്രഷിംഗ് ആയിരിക്കും. ഇതിലേക്ക് ഇനി ഐസ് ക്യൂബ്സ് കൂടി ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ വൈറൽ ഡ്രിങ്ക് ആയിട്ടുള്ള നമ്മുടെ നഫ്രത് കാ സർബത്ത് ഇവിടെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് എന്തായാലും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ഇത് ആപ്പിളും പാലും സബ്ജ സീഡും ഒക്കെ ചേർത്തിട്ട് നല്ലൊരു ഹെൽത്തി കോമ്പിനേഷനിൽ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളതാണ്. ഇനി ഇത് നമുക്കൊരു ഗ്ലാസ്സിലേക്കൊന്ന് സെർവ് ചെയ്യാം. ഈ ഒരു ജ്യൂസ് ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസിയും ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. ഏത് സമയവും വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ഞാനിപ്പോൾ ഇതിന് മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ തന്നെ ഉണ്ടായിരുന്ന ആപ്പിളിൻ്റെ പീസസ് ആണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യുകയും ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. ഇതുപോലെയുള്ള ഈസി ആൻഡ് ഹെൽത്തി റെസിപ്പീസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാനും. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. നെക്സ്റ്റും മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണുന്നത് വരയ്ക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ മൈ ചാനൽ.